അഞ്ചലിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച യുവാവ് മരിച്ചു എന്ന അത്യന്തം വിഷമകരമായ വാർത്തയാണ് ഈ നിമിഷം പുറത്തു വരുന്നത്. അഞ്ചൽ പടിഞ്ഞാറ്റിൻകര റഫീഖ് മൻസിലിൽ റഫീഖ് എന്ന 41-കാരനാണ് ഇന്ന് വൈകിട്ടോടെ മരണത്തിന് കീഴടങ്ങിയത്. ഇന്ന് ഉച്ചയോടെയാണ് യുവാവ് വീട്ടിനുള്ളിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഉച്ചയോടെ വീട്ടിലെത്തിയ റഫീഖ് വീട്ടിനുള്ളിലേക്ക് കയറുകയും കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നുവെന്നാണ് നാട്ടുകാരും പോലീസും പറയുന്നത്. തീയും പുകയും കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ അഞ്ചൽ പോലീസിനെ വിവരമറിയിക്കുകയും അഞ്ചൽ പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെ സ്ഥലത്തെത്തി തീ കെടുത്തിയ ശേഷം ഇയാളെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ 50%-ലധികം ശരീരത്തിൽ ആകമാനം പൊള്ളലേറ്റ റഫീഖിനെ പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ വൈകിട്ടോടെ റഫീഖ് മരിക്കുകയായിരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പും സമാനമായ രീതിയിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ റഫീഖ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റഫീഖിന്റെ ഭാര്യയെ ബസ്സിൽ നിന്നും സ്വർണം മോഷ്ടിച്ചതിന് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിൽ ഇവരിപ്പോൾ റിമാൻഡിലാണ്. ഇതിന്റെ മനോവിഷമത്തിലാണ് ഇയാൾ ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസും നാട്ടുകാരും പറയുന്നത്. എന്തായാലും പുനലൂർ ASPO അപർണ, അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ഹരീഷ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള മൃതദേഹം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ച് അടുത്ത ദിവസം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് അഞ്ചൽ പോലീസ് വ്യക്തമാക്കി. എന്തായാലും വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശരീരത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ച അഞ്ചൽ പടിഞ്ഞാറ്റിൻകര സ്വദേശി അതായത് റഫീഖ് മൻസിലിൽ 41 വയസ്സുള്ള റഫീഖ് മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.